ആയിഷ ബീവിക്ക് ഒരു വീടുണ്ടായിരുന്നു മദീനയിൽ. ആ വീട് ആരും അറിയാതെ ആയിഷ ബീവി ആ വീട് വിറ്റു. ആ വിറ്റ കാശ് മുഴുവൻ സ്വതക്കം ചെയ്തു പാവപ്പെട്ടവർക്ക്. അത് അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന ആയിഷ ബീവി പോറ്റി വളർത്തിയ ജ്യേഷ്ഠത്തിയുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ അറിഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞു, ഒരു വീട് നിങ്ങളുടെ വരുമാനമായി ഉണ്ടായിരുന്ന വീടല്ലേ ഉമ്മ, അത് ഞങ്ങളോട് ആരോടും പറയാതെ നിങ്ങൾ വിറ്റും ചെയ്തു, വിറ്റ കാശ് മുഴുവൻ സ്വതക്കം ചെയ്തു. ഇങ്ങനെ സ്വതക്കം ചെയ്ത് നിങ്ങൾ ജീവിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ? അത് പറഞ്ഞതിൽ ആയിഷ ബീവിയും അബ്ദുല്ലാഹി തങ്ങളും തെറ്റിയിട്ടുണ്ട്. കൊല്ലങ്ങളോളം തെറ്റിയിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എന്നോട് അവനത് പറയാൻ പാടില്ലായിരുന്നു, എന്നോടങ്ങനെ. ആയിഷ ബീവി ചീത്ത പറഞ്ഞതല്ല, ബീവിയുടെ ഈ ദാനധർമ്മശീലം പരിധി വിട്ടുപോയപ്പോ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ എല്ലാം കൊടുത്ത് വിറ്റ് തീർക്കുകയാണോ? ആയിഷ പറഞ്ഞത് എന്റേതല്ലേ, അള്ളാന്റെ മാർഗത്തിലല്ലേ ഞാൻ കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ദാനത്തെ എന്തിനെന്റെ മകൻ ജ്യേഷ്ഠത്തിയുടെ മോൻ എന്തിനെന്നോട് അതിനെ സംബന്ധിച്ച് പിറുപിറുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രേമിണ്ടാതെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തെറ്റ് തീർന്നത് വേറെ ചരിത്രമാണ്.